വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ. പോലീസുകാർ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഒന്നുമില്ല, ഹലോ നീ ഒന്ന് വാന്ന് പറഞ്ഞു വന്നു. അപ്പോൾ പറഞ്ഞു ID കാർഡ് തരാൻ പറഞ്ഞു. പോലീസുകാരൻ ഫൈനടിച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരനോട് തകേറി ബഹളം വെക്കുന്നു ഇയാൾ മലയാളി. അല്ലാ, എന്ത് ചെയ്യാൻ. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് നമ്മുടെ റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു വ്യത്യാസം നമ്മുടെ ക്ലൈമറ്റിൽ. ചൂടങ്ങനെ കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, ക്ലൈമറ്റിൽ നല്ലൊരു വ്യത്യാസം കണ്ടു. പുറത്തോട്ട് നോക്കിയാൽ സാധാരണ രാവിലെ ആ ഒരു ചൂടും, പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ടുള്ള വെയിലൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ വരുന്ന ഒരു സംഭവമൊക്കെയാണ് കാണുന്നത്. AC കിടക്കുന്നത്. ഓക്കെ, എനിവേ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു AC സൗണ്ട് ഡിസ്റ്റർബിങ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഓക്കെ നമുക്ക് പറയാം. അങ്ങനെ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ സംഭവം എന്തുവാ, ഇവിടുത്തെ രാജാവ് ഈ അടുത്തിടയ്ക്ക് ഉറക്കം എണീറ്റപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു, എടാ എന്നാ ചൂടായത്, ഈ ചൂട് കൂടെ ഉള്ളവർക്കൊന്ന് കുറച്ച് കൊടുക്കാൻ എന്തോ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് പുള്ളി നോക്കിയപ്പോൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ കുറച്ച് മഴ പെയ്ച്ചേക്കാം, പിള്ളേരെ ആ സാധനം എടുത്തും കൊണ്ട് മേളിൽ പെയ്ത് അങ്ങ് അടിച്ച് കയറ്റിയേക്കടേന്ന് പറഞ്ഞു. ക്ലൗഡ് സീഡ്. ഫ്ലൈറ്റുമായി നേരെ മേളിൽ പോവുക, ക്ലൗഡ് സീഡെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിടുക, കുറച്ച് ദിവസത്തിനകത്ത് മഴ പെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് നമ്മുടെ മേഘങ്ങൾ. കണ്ടില്ലേ, ഫുള്ള് ക്ലൗഡ്സുമായിട്ട് നിൽക്കുകയാണ്. മിക്കവാറും ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ കാണുന്ന ഭാഗത്ത് ഇവിടെ സൂര്യനുണ്ട്, സൂര്യനെയൊക്കെ അങ്ങ് മറച്ച് കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് സൂര്യൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടില്ലേ, നല്ല അടിപൊളി. ഇന്ന് മിക്കവാറും അല്ലെങ്കിൽ നാളെയൊക്കെ ചിലപ്പം മഴ പെയ്യുമായിരിക്കും കേട്ടോ. മഴ പെയ്താൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് മഴ പെയ്യുന്ന വീഡിയോയും കാണിച്ച് തരാം. ഞാൻ കണ്ടാൽ ഓഫീസിനകത്തിരിക്കുന്ന സമയത്ത് ആ മഴ പെയ്യുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല. അത് അറിയുവാണെങ്കിൽ എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും രാവിലെ നല്ലൊരു സംഭവമാണ് കണ്ടത്, നല്ല കാര്യമാണ് കണ്ടത്. കൊള്ളാം. ഇവിടെ പിന്നെ അങ്ങനെ നല്ല കാര്യം നല്ല നേരം അതൊന്നുമില്ല, എല്ലാം അങ്ങ് ഇടത്തോട്ടാണ്. ഇവിടെ പറയാം പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം അല്ലേ. എന്നാൽ ഞാനങ്ങോട്ട് ഇനി ഡ്രസ്സ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ഷൂവും കൂടെ എടുത്തിടുന്നു, പോയി ഫുഡ് കഴിക്കുന്നു, ഓഫീസിലേക്ക് പോകും. ഓക്കെ, ഹായ്. അങ്ങനെ മഴക്കോളുകൾ നിറഞ്ഞ്, അതായത് കാർമികങ്ങൾ നിറഞ്ഞ് ഒരു ഡേ കണ്ടോ. അങ്ങനെ കാണില്ലല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. പോയി കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ഓഫീസിലേക്ക്. നിങ്ങൾക്ക് കാണണ്ടേ കാർമികങ്ങൾ, അതാ അവിടെ. എന്ത് പറ്റി, അതാ അവിടെ കണ്ടോ, അടിപൊളിയായില്ലേ, നല്ല കിടിലം കാർമേഘം. മഴ പെയ്യുമായിരിക്കാം, നല്ല കിടിലം മഴക്കോള് കേട്ടോ. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ ആൾക്കാർ ഇങ്ങോട്ട് നോക്കുന്നു കുറച്ചായിട്ട്. ഫുഡ് കഴിച്ചിട്ട് നിന്നപ്പോൾ വണ്ടികൾ പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിൽക്കും. ഞങ്ങൾ രണ്ടുപേരും കണ്ടോ ഇങ്ങനെ നിൽക്കും. എന്തുവാ കാര്യം? ഒരു കാര്യമില്ല, ചുമ്മാ അങ്ങനെ നിൽക്കും. അപ്പോഴാണ് ബാക്കിൽ നിൽക്കുന്ന അവന്മാരെ കണ്ടോ, അവന്മാർ നാറികൾ ഇങ്ങോട്ട് നോക്കി എന്തോ പറയുന്നു. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരി ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരി എവിടെ, പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി, ഡ്യൂട്ടിയിൽ കയറി. ഇനി ഡ്യൂട്ടിയേ ശരണം.
വൈകിട്ട് ഒരു 6:30 വരെ ഡ്യൂട്ടിയേ ശരണം. അങ്ങനെയൊന്നുമല്ല, എന്നാലും ഡ്യൂട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം. ഓക്കെ, രാവിലെ കുറച്ച് കിസുമ്പത്ത് പരിപാടികളുണ്ട്. കൊടുക്കാനുള്ള ഡിവൈസുകളൊക്കെ കൊടുക്കണം, പാക്ക് ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ കുറച്ചധികം പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ. അങ്ങനെ ഓഫീസിൽ നിന്ന് ഞാനിങ്ങ് റൂമിലെത്തി കേട്ടോ, വൈകുന്നേരം. കാര്യമെന്ന് വെച്ചാൽ രാവിലെ പോയിട്ട് വൈകിട്ട് റൂമിലെത്തി. ഇനിയിപ്പോൾ ചെറിയ ഇതുപോലുള്ള എക്സസൈസൊക്കെ ചെയ്യും. അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡും ഉണ്ടാക്കും. ഒരു 1/2 hour മതി ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഫുഡും ഉണ്ടാക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ കഴിക്കും, കിടന്ന് ഉറങ്ങും. അതിനിടയ്ക്ക് കുറേ വീഡിയോസ് കാണും. നല്ല വേദന. അയ്യ, ഇപ്പോൾ സമയം എത്രയായി? 7 മണിയാവുന്നു. അപ്പോൾ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് പരിപാടി. ഫുഡ് എന്ന് വെച്ചാൽ 2 മുട്ട പുഴുങ്ങും, പയർ. അത് നിങ്ങൾക്കറിയാമല്ലോ, റെഗുലർ ചേറലുകൾ. അത് പോട്ടെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ. രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ക്ലൗഡ് സീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സംഭവം ചീറ്റിപ്പോയെന്ന് തോന്നുന്ന. മഴയൊന്നും പെയ്തിട്ടില്ല, ക്ലൗഡ്സും കാണാനില്ല. കണ്ടം വഴി പോയെന്ന് തോന്നുന്നു ഇതൊക്കെ. എന്തായാലും അത് ഇപ്രാവശ്യത്തെ ചീറ്റിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. മഴയായിട്ട് വീണിട്ടില്ല താഴേക്ക്. അട്ടർ ഫ്ലോപ്പായെന്ന് തോന്നുന്നു. കണ്ടില്ലേ സംഭവം. 7 മണിയായി. ബട്ട് ആകാശം കണ്ടോ, നല്ല വെട്ടമുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ക്ലൗഡ്സ് ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ചീറ്റിപ്പോയിടെ, ഇപ്രാവശ്യത്തെ ക്ലൗഡ് സീഡ് ചീറ്റിപ്പോയി. Your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. Got me second guessing what I already know. I give you love, but you ration yours. You open up just to close the door. I stay up late trying to read your mind. I can't read your mind, but your love got rules that change all the time. Why are you always halfway in? Got me drowning when I know I could swim. If you love me, baby, say it with your chest. Yeah, tired of the maybes, I just want the yes. Don't play me like a song on a spin. If you ride for me, then ride to the end. Don't wanna love this paper thin, so why you always halfway in? You hit me up when the nights get slow, but then disappear when the highs get low. I ain't your maybe, tell me what it is, 'cause I'm way too grown to be messing with a love like this. I give you love, but you ration yours. You open up just to close the door. You stay closing doors. I stay up late trying to read your mind. I can't read your mind, but your love got rules that change all the time. Changing all the time. Why are you always halfway in? Got me drowning when I know I could swim. If you love me, baby, say it with your chest. Yeah, tired of the maybes, I just want the yes. Don't play me like a song on the spin. If you ride for me, then ride to the end. Don't wanna love this paper thin, so why you always halfway in? Why you always halfway in? Got me drowning when I know I could swim. If you love me, baby, say it with your chest. Yeah, tired of the maybes, I just want the yes. Don't play me like a song on the spin. If you ride for me, then ride to the end. Don't wanna love this paper thin, so why you always halfway in? ഗയ്സ്, നിങ്ങളറിഞ്ഞോ, രാവിലെ ഒരു പണി കിട്ടി. രാവിലെ അല്ല, ഇന്നലെയാണ് കിട്ടിയത്. ഞാനൊരു നമ്മളെ ഈ റോൾ ഓൺ ഉണ്ടല്ലോ, കുളിച്ചതിന് ശേഷമൊക്കെ കുളിച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റോൾ ഓൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്ന സാധനമില്ലേ നമ്മൾ അണ്ടർ ആംസിലൊക്കെ. അപ്പോൾ ആ സാധനം ഇന്നലെ ഒരെണ്ണം മേടിച്ചു കേട്ടോ. അപ്പോഴും ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ ചെന്ന് ഇന്ന് രാവിലെ ഇതെടുത്ത് യൂസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ചുമ്മാ നോക്കിയതാണ്, ഡേറ്റ് എക്സ്പയർ ആയിട്ട് 4 മാസമായി. ഓ മൈ ഗാഡ്, അതെങ്ങാനും ഒരു തുറച്ച് വെച്ചിരുന്നെങ്കിൽ മിക്കവാറും എല്ലാം കൂടെ ഉപ്പാട് വന്നേ. അങ്ങനെ അത് ഞാൻ പോയി റിട്ടേൺ ചെയ്തു അതിരാവിലെ.
8 മണിക്ക് 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 അല്ല 8 മിനിറ്റ്. പിന്നെ 5 മിനിറ്റ് കൂടെ നിന്നിട്ട് പോവല്ലേ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ 5 to 6, 5നും 6നും ഇടയ്ക്ക് എഴുന്നേൽക്കണം. അതാണ് ഏറ്റവും നല്ലത് ശരീരത്തിന് എന്നാണ് പൊതുവെ പറയുന്നത്. അതുപോലെ വൈകിട്ട് കിടക്കുന്നത് 10:30 മണിക്ക് കിടന്നുറങ്ങണം, ഡീപ്പ് സ്ലീപ്പിലെത്തണം. പിന്നെ വൈകിട്ടൊരു 6 മണി 7 മണിക്കകത്ത് നൈറ്റ് ഫുഡെല്ലാം കഴിച്ചിരിക്കണം, പിന്നെ ഒന്നും കഴിക്കരുത്. ഇതൊക്കെയാണ് പറയുന്നത്. നോക്കട്ടെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ചെയ്യും. ഗൈസ്, ഞങ്ങൾ താഴെ നിന്നില്ലേ, അപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് നിന്നില്ലേ, ഞങ്ങൾ നിന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസിൻ്റെ വണ്ടി വന്നു. ഞങ്ങൾ വിചാരിച്ചു ട്രാപ്ഡ്. വിഷയമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒന്നും അവരൊന്നും പറയത്തില്ല. എന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു മോശം അനുഭവം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പോലീസ് ഭാഗത്തു നിന്നൊന്നും. അതെന്തെങ്കിലും ആട്ടെ, ഞങ്ങളവിടെ നിന്നപ്പോൾ ഈ പോലീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അപ്പോൾ നിർത്തി എന്തിനാന്ന് വെച്ചാൽ, ഒരാൾ അപ്പുറത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്ത് വരുന്നു. വലിയ വണ്ടിയൊന്നും ഇല്ല കേട്ടോ അതിൽ, പക്ഷേ അയാൾ റോഡ് ക്രോസ് ചെയ്ത് വരുന്നേ, തൊട്ടപ്പുറത്ത് സീബ്ര ക്രോസ് ഉണ്ട്. അപ്പോൾ ഇയാൾ ഇതിലേ ക്രോസ് ചെയ്ത് വന്നതിന് ഈ പോലീസുകാർ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഒന്നുമില്ല, ഹലോ ഇങ്ങനെ വാന്ന് പറഞ്ഞു വന്നു. അപ്പോൾ പറഞ്ഞു ID കാർഡ് ഒന്ന് തരാൻ പറഞ്ഞു. ID കാർഡ് കൊടുത്തു. ഇപ്പോഴേ ഫൈനും അടിച്ചിട്ട് ID കാർഡ് തിരിച്ചു കൊടുത്ത്. എൻ്റെ മോനെ 420 ദിറംസാണ്, അതായത് 400 രൂപ ക്രോസ് ചെയ്തതിനുള്ള ഫൈൻ, 20 ദിറംസ് ഇവിടുത്തെ ടാക്സും. അങ്ങനെ 420 ദിറംസാണ് ഫൈന്, ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് നടന്നു വന്നതിന്. അതിങ്ങനെ നടന്ന് അയാൾക്ക് ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരാൾ അപ്പുറത്തുനിന്ന് ഗ്രോസറി ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ടല്ലോ, അവർ കൊണ്ടുവന്ന് ഒരു ഹോട്ടലിൽ ഫുഡ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ച് റോഡ് ക്രോസ് ചെയ്ത് വരുക. എന്നാൽ അയാൾ കണ്ടുകൊണ്ടാണ് വരുന്നത്. ഈ ഫൈൻ വേറൊരാളെ വിളിച്ച് നിർത്തി പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് പോലീസ് വാഹനം കിടക്കുന്ന കണ്ടു കഴിഞ്ഞാലെങ്കിലും ഒരു മര്യാദ വേണ്ടേ, അതും കാണിച്ചില്ല. അയാൾ നടന്നു വന്ന് അയാളെ ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് മഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് ID കാർഡ് മേടിച്ച് അതും ഫൈൻ അടിച്ച്. രണ്ടാമത് വന്ന ആളെ ഞാൻ തന്നെ കുറ്റം പറയും കേട്ടോ. കാരണം അയാൾ പോലീസ് വണ്ടി കിടക്കുന്ന, അയാൾ പോലീസ് വണ്ടിയിലോട്ട് നോക്കിക്കൊണ്ടാണ് നടന്നു വരുന്നത്. അവനേതോ പ്രിവിലേജ് കൂടിയ ആളാണെന്ന് ആ രീതിയിൽ. അതെന്തിട്ട് സെറ്റപ്പ്, മലയാളിയാണിത്. മലയാളികളിൽ കൊണ്ടൊരു ഒന്നും പറയണ്ട. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് പോലീസുകാരൻ ഫൈനടിച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരനോട് കയറി ബഹളം വെക്കുന്നു ഇയാൾ, മലയാളി. അല്ലാ, എന്ത് ചെയ്യാന്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ എടുക്കാൻ തുടങ്ങിയതായി വീഡിയോ, ഇന്നലെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല. ഞാനങ്ങനെ കുറേ എടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് വിട്ടുപോയി. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്നലത്തെ ബാക്കി ഞാൻ എടുത്ത് തീർത്തില്ലല്ലോ, എന്നാൽ പിന്നെ ഇന്നും കൂടി എടുക്കാം, എന്നിട്ട് നമുക്ക് നാളെ ഇടാം എന്ന് കരുതി. അങ്ങനെയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അവർ പോലീസ് വന്നതും വണ്ടിയൊന്നും ഞാൻ എടുക്കുന്നത്, ഇവിടുത്തെ ഒരു സാധനങ്ങൾ ഒരു കാരണവശാലും നമുക്ക് പബ്ലിക് ആക്കാനുള്ള പെർമിഷൻ ഇല്ല. മമ്നുവാണ് കഴിച്ചത്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തേട്ടാ, അതൊന്നും എടുക്കാൻ പറ്റത്തില്ല, അതൊന്നും ചെയ്തുകൂടാ. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അയ്യോ, ഞാനുണ്ടല്ലോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എനിക്ക് തോന്നുന്നു 3ാമത്തെ ദിവസമാണ്. വീഡിയോ എടുക്കും, കുറച്ചൊക്കെ എടുക്കും, പിന്നെ അതങ്ങ് നീ നിർത്തും, അല്ലെങ്കിൽ വിട്ടുപോകും, അല്ലെങ്കിൽ അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ ഇന്ന് നൈറ്റ് ഏകദേശം 12 മണിയാവാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, ഈ അടുത്തിടെയായിട്ട് രാത്രിയിൽ ആഹാരം ഞാൻ കുറച്ച് നേരത്തെ കഴിക്കും. ഒരു 7:30 ആകുമ്പോൾ കഴിച്ചിട്ട് കയറി കിടക്കും. ഒരു 11-11:30 ആകുമ്പോൾ, അതുവരെ ഉറങ്ങില്ല, മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. 11-11:30 ആകുമ്പോൾ എന്നും വിചാരിക്കുന്ന 10:30 ഉറങ്ങാനാണ്, പക്ഷെ അതും പറ്റുന്നില്ല. ശ്രമിക്കാം, ഈ മൊബൈൽ ഒഴിവാക്കിയേ പറ്റും കേട്ടോ, ഇത് സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും ഒരു വിശപ്പടിക്കും. അത് വിശപ്പെന്ന് വെച്ചാൽ എന്തോ നല്ലപോലെ വിശക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, താഴെ പോയിട്ട് ഈ മധുരമുണ്ട്, എന്നാലും മധുരം അത്യാവശ്യം കുറവുള്ള ഒരു കേക്കുണ്ട്, അപ്പോൾ ആ ഒരു കേക്കും മേടിച്ചൊരു വെള്ളവും കുടിക്കും. അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ ഒരു പഴം ഉണ്ടെങ്കിൽ പഴം മേടിച്ച് കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം കിട്ടും.
അങ്ങനെ നടന്നു. അപ്പോൾ അതിനായിട്ട് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ എടുത്തുകൊണ്ടിരുന്ന വീഡിയോ ഉണ്ടല്ലോ നാളെ, അതായത് വ്യാഴാഴ്ച രാവിലെ ദുബായ് ടൈം 8:30, അതുപോലെ നാട്ടിലെ സമയമാണെങ്കിൽ 10 മണി രാവിലെ 10 മണിക്ക് പബ്ലിഷ് ചെയ്യായിരുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് എടുത്ത് തീർത്താൽ നമുക്കതങ്ങ് പബ്ലിഷ് ചെയ്യാമല്ലോ. സോ ഞാൻ കരുതി അപ്പോൾ അതങ്ങ് എടുക്കാമെന്ന്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ തൊട്ട് ഫ്രണ്ടിലെ ഗ്രോസറിയിലെ കുട്ടികളാണ്. അപ്പോൾ അവരെന്തൊക്കെയോ പറയുന്നത് എന്ത് ഭാഷയാണ് എന്തോ അത് ബംഗ്ലാദേശാണ്. അപ്പോൾ ബംഗ്ലായിരിക്കും, അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഒരു വീഡിയോ അപ്പോൾ അവസാനിപ്പിക്കുക ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച് ഇങ്ങനെ വന്നങ്ങ് എടുത്ത് അവസാനിപ്പിക്കാം, ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഓക്കെ, സീ നെക്സ്റ്റ് അതർ വീഡിയോ ആൻഡ് ടേക്ക് കെയർ, ബൈ.